ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സേവനായിടിയൊന്നും ആവശ്യമില്ല കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുക. അതിന് സേവനാഴി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ്. നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 2 മണിക്കൂർ ആയതിനു ശേഷം ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കട്ടെ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. കാരണം തരികളൊന്നും ഇല്ലാണ്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു പൊടി വേണമെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാം. അതിലും നല്ല ടേസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തരിയുണ്ട്, അത് നമുക്ക് ഒന്ന് അരിച്ചതിന് ശേഷം വീണ്ടും പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുഴുവൻ അരിയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല പൗഡർ പോലെ ആയിട്ട് കിട്ടണം, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ചെയ്താൽ നല്ല പൗഡർ പോലെ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഈ അരിപ്പയിലിട്ടിട്ട് മുഴുവനായിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുക. എന്നാലും ചെറിയ ഈ ഒരു നുറുക്കൊക്കെ ഇതിലേക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്കത് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. അപ്പം കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഞാനൊന്നും കൂടി പൊടിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഇത് പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇടിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു കൂട്ടൊക്കെ നല്ല പോലെ മിക്സാക്കി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളമാണ്. മെഷർമെൻറ്റ് കപ്പിൽ 250 ml. അപ്പോൾ അതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക. പെട്ടെന്ന് തന്നെ കുറേ ഇട്ട് കൊടുത്താൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് ഞാനിതാ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ഇല്ലേ, പൗഡർ, അത് ചേർത്ത് കൊടുക്കുക. പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടണം. വറന്ന് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലുണ്ടാവും. എന്നിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കട്ട കെട്ടാണ്ട് പ്രത്യേകം നോക്കുക കേട്ടോ, നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടിയൊന്നും കെട്ടാണ്ട് ഇളക്കി അടുത്തതും 1 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടിയൊന്നും ഇല്ലാണ്ട് ഈ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ഉരുണ്ട് വരും കേട്ടോ. ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് തന്നെ ഇതിൽ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അടി കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു രീതി വരെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? സൈഡൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ചൂട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഉറപ്പ് വരും കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നല്ല ചൂടാണ്, എന്നാലും സാരില്ല, നമ്മുടെ കൈക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടി കൊടുത്താൽ നമ്മുടെ കൈയൊന്നും പൊള്ളൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗ്രൈറ്ററാണ്. ഈ ഒരു ഗ്രൈറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു വലിയ ബോൾസ് തന്നെ ആക്കി എടുക്കുക. കുറച്ച് നീളത്തിൽ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പം കണ്ടില്ലേ, നമ്മുടെ ആ ഒരു നൂലപ്പത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കുക. സേവനായി ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. എന്നിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. കണ്ടില്ല, നമുക്ക് നൂലപ്പത്തിൻ്റെ ആ ഒരു രീതി തന്നെ കിട്ടുന്നതുകൊണ്ട് കുറച്ച് നീളം കുറവാന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ നൂലപ്പം റൗണ്ടിലൊക്കെ ആക്കി എടുക്കുമ്പോൾ നല്ല നീളത്തിലായിരിക്കുമല്ലേ കിട്ടുക. അപ്പം ഇത് ഒരു നീളത്തിൽ നിന്ന് ഒരു വ്യത്യാസത്തിലായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പലവരുടെയും വീട്ടിൽ സേവനായി ഉണ്ടാവില്ല. എൻ്റെ വീട്ടിലും സേവനായി ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഈസി മെത്തേഡാണ്. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊന്നും ഈ ഒരു സേവനാഴി ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് ശരീരത്തിനൊന്നും ദോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഒരു ഗ്രൈറ്റർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലിയൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതാക്കിയാൽ നമുക്ക് സാധാരണ നൂലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നൂലപ്പമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ നൂലപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിൽ ഈ ഓരോ പേരായിരിക്കും. നമുക്ക് ഇവിടെ നൂൽപുട്ട് എന്ന് പറയും, ഇടിയപ്പം എന്ന് പറയും, നൂലപ്പം എന്ന് പറയും, അങ്ങനെ പല രീതിയിലായിരിക്കും ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മുഴുവനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ കണ്ടില്ലേ. നൂലപ്പത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കണ്ടില്ലേ, കുറച്ച് നീളത്തിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് റെഡിയാക്കുമ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുക്കാണ്ട് ഈ ഒരു നീളത്തിൽ തന്നെ നമ്മളെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല നൂലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മറ്റേത് നല്ല ചൂടിൽ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി നീളത്തിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂടൊക്കെ തണിയുന്ന സമയത്ത് നമുക്ക് നല്ല നീളത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പെട്ടെന്നുള്ള നല്ല ചൂടിൽ നമുക്ക് നല്ല ഇതിൽ ലെവലായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് ശരിക്ക് നൂല് പോലെ ആയിട്ട് തന്നെയാണ് വന്നിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും യൂസായിട്ട് മാറും. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടില്ലേ നൂല് പോലെ ആയിട്ട് ഇത് ബാക്കിയുള്ളത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. ഇതല്ലാതെ നമുക്ക് വേറെ പല രീതിയിലും ചെയ്യാം. ആ വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മുഴുവനും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. നമുക്ക് നൂലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. തമ്മൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതുപോലെ നല്ല ഒരു നൂലപ്പത്തിൻ്റെ ഷേപ്പ് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്യാം. ഇനിയിപ്പം തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് സമയമേ വേണ്ടൂ. കാരണം നമ്മൾ അങ്ങനെ ഓവറായിട്ടൊന്നും ആക്കിയിട്ടില്ലല്ലോ, കുറച്ച് മാത്രമല്ലേ ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനൊരു 2 നൂലപ്പം വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു നൂലപ്പമാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തമ്മൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെ വിട്ട് വരുന്നുണ്ട്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ തന്നെ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ മുഴുവനും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കട്ടെ. ഇനി മുഴുവനും ഞാനിതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു നൂൽപുട്ടൊക്കെ. അപ്പം ചിലവർക്ക് എണ്ണ ഉള്ള പലഹാരമൊന്നും തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കല്ലേ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി അതുപോലെ ബീഫ് മട്ടനൊക്കെ കൂട്ടിയിട്ട് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കണ്ടില്ല. നമ്മൾ ഈ ഒരു ഗ്രൈറ്ററിലാണ് ഉണ്ടാക്കിയെടുത്തത് കൂടി പറയൂല, അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിയും കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല നൂലപ്പത്തിൻ്റെ നമ്മൾ സേവനായിൽ ഉണ്ടാക്കിയ ആ ഒരു രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.